Hello everyone, welcome to Calicut University third semester മൾട്ടിവേരിയബിൾ കാൽക്കുലസ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. ഇതിനകത്ത് യൂണിറ്റ് 1 ആയിട്ടുള്ള പാരാമീറ്ററൈസേഷൻ ഓഫ് കർവ്സ് ആണ് നമ്മൾ ഈ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു പാരാമീറ്ററൈസേഷൻ ഓഫ് എ പ്ലെയിൻ കർവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. നമ്മൾ സിംഗിൾ വേരിയബിൾ കാൽക്കുലസിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിന് f(x) എന്നോ അല്ലെങ്കിൽ ഒരു പ്ലെയിനകത്ത് ഒരു പാർട്ടിക്കിൾ ഡയറക്റ്റ് ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു കർവായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിന് f(x) എന്ന് പറഞ്ഞിട്ടോ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും അതിനകത്ത് വരുന്ന ഓരോ പോയിൻറ്റ്സിനെയും. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഒരു ഡയറക്റ്റായിട്ട് എക്സിൻ്റെ ടൈംസിലോ അല്ലെങ്കിൽ വൈയുടെ ടൈംസിലോ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പകരമായിക്കൊണ്ട് ഈ ഒരു കർവ്സിൻ്റെ ഓരോ പാർട്ടിക്കിളിൻ്റെ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ്സിനെയും നമ്മളൊരു ടൈമിൻ്റെ ഫംഗ്ഷൻ ഓഫ് ടൈം ടിയിൽ ഡിസ്ക്രൈബ് ചെയ്യും. അതിനെ x=f(t) ആൻഡ് y=g(t) ഇങ്ങനെ ഒരു പെയർ ഓഫ് ഇക്വേഷനിൽ ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ടി എന്ന് പറഞ്ഞ ടൈമിൻ്റെ ഫംഗ്ഷനിൽ ഇതിനകത്ത് ഓരോ പാർട്ടിക്കിളിൻ്റെ ഓരോ കോർഡിനേറ്റേയും അല്ലെങ്കിൽ ഓരോ പോയിന്റിനെയും എക്സ്പ്രസ് ചെയ്യും. അതിനെയാണ് നമ്മൾ പാരാമീറ്ററൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് x and y are given as a continuous function, x=f(t) and y=g(t) over an interval of t values. അതായത് ഒരു സ്പെസിഫൈഡ് ഇൻ്റർവെല്ലിൽ f(t, y, g(t) എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f(x, y) f(t, g(t) അങ്ങനെ അത്തരത്തിലുള്ളൊരു സെറ്റ് ഓഫ് പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് എടുക്കുകയാണ്. ആ വാല്യൂസിൽ f(t, g(t) എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടുപിടിച്ചുകൊണ്ട് അതൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ്സ് ഓരോന്നും ചേർത്ത് വരുമ്പോഴേക്കും ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ഉണ്ടാവും. ആ സെറ്റ് ഓഫ് പോയിന്റ്സിനെ നമ്മളൊരു കോർഡിനേറ്റ് പ്ലെയിനിൽ കർവ് എന്ന് വിളിക്കും. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ പെയർ ഓഫ് ഇക്വേഷനെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു വേരിയബിൾ f(t, g(t) എന്ന് പറയുന്നില്ല, t എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഒരു കർവിൻ്റെ പാരാമീറ്റർ ആണ്. ആൻഡ് അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ്റെ അതായത് ടിയുടെ ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ ഈ ഒരു കർവിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് i is a closer interval, അതായത് i എന്ന് പറയുന്നത് a<t>b എന്ന് പറയുന്നത് ഒരു ക്ലോസർ ഇൻ്റർവെൽ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ പോയിന്റ്സ് f(a, g(a) എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ആൻഡ് f(b, g(b) എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കൊരു കർവിന് ഒരു പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ ഒരു പാരാമെട്രിക് ഇൻ്റർവെല്ലും ഒരു കിട്ടുക. അതൊരു പ്ലെയിനകത്ത് ഒരു XY പ്ലെയിനകത്ത് ഒരു കർവുണ്ട്. ആ കർവിന് ഒരു പാരാമെട്രിക് ഇക്വേഷനും പാരാമെട്രിക് ഇൻ്റർവെല്ലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കർവിനെ പാരാമീറ്ററൈസ് ചെയ്തു എന്ന് പറയും. ആൻഡ് ഈ ഒരു ഇക്വേഷൻ ഇൻ്റർവെല്ലിനെ നമ്മൾ പാരാമീറ്ററൈസേഷൻ എന്നാണ് ആ ഇക്വേഷനെയും ഇൻ്റർവെല്ലിനെയും ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. ഒരു സർക്കിളാണ് തന്നിട്ടുള്ളത്. x² + y² = 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x=cos t ആൻഡ് y=sin t ആണ്. ആൻഡ് പാരാമെട്രിക് ഇൻ്റർവൽ എന്ന് പറയുന്നത് 0 ≤ t ≤ 2π ആണ്. അപ്പോൾ ഈ ഒരു സർക്കിളിനകത്ത് p എന്ന് പറയുന്നതാണ് നമ്മുടെ പാർട്ടിക്കിൾ എന്ന് വരുന്നത്. അതായത് ഇതിനകത്ത് വരുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് p ആണ്. ആ p പോകുന്നൊരു മാപ്പാണ് ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചിരുന്നുള്ളത്. അതായത് ഈ നമ്മുടെ ഒരു ആരോ കൊണ്ട് ആരോ പോലെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കിളിനകത്തിൻ്റെ ഇതിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ മൂവിങ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, ഈ പാർട്ടിക്കിൾ പോകുന്നത് സർക്കിളോട് തന്നെയാണെന്ന് ഉറപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, x² + y² = 1 ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. x=cos t ആണ്, y=sin t ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും x² അതായത് cos² t + sin² t = 1 നമുക്കറിയാം. sin² t + cos² t = 1 ആണ്. അതായത് ഇതൊരു സർക്കിളാണ് അല്ലേ. അതായത് x² + y² = 1 അല്ലെങ്കിൽ sin² t + cos² t = 1. അതായത് അതൊരു
സർക്കിളാണ്. അപ്പോൾ നമുക്ക് എന്തുറപ്പിക്കാം? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പാരാമീറ്റർ ഇക്വേഷനിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു സർക്കിളിലൂടെയാണ്. അത് കിട്ടി. അപ്പോൾ ഇത് പിന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ സർക്കിളിൽ എത്രത്തോളമാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദൂരം ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0 ≤ t ≤ 2π എന്നാണ് തന്നിട്ടുള്ളത്. അതായത് 0 to 2π വരെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയതേക്കും അത് ഏകദേശം ഈ ഒരു പോയിന്റിൽ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്ന് π/2 ആയി, പിന്നെ ഇങ്ങോട്ട് വന്ന് π ആയി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 3π/2 ആയി, അതിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും 2π ആയി അല്ലേ. അതായത് 0 to 2π വരെ ഒരു കംപ്ലീറ്റ് സർക്കിളിലും ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സാക്ട്ലി ഒരു പ്രാവശ്യം എന്ത് ചെയ്യുന്നു? ഈ ഒരു പാർട്ടിക്കിൾ ഈ സർക്കിളിലൂടെ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഡിസ്ക്രൈബ് ചെയ്യാം? ദ പാർട്ടിക്കിൾ starts at 10.10, moves up and to the left as t approaches π/2, and continues around the circle to stop again at 10 when t is equal to 2π. The particle traces the circle exactly once. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഒരു സെമി സർക്കിളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പാരാമീറ്ററിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x = cos t ആണ്, ആൻഡ് y = -sin t ആണ്. അതിൻ്റെ ഇൻ്റർവെൽ വരുന്നത് 0 ≤ t ≤ 2π ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ഇതിൻ്റെ ഇതുപോലെ തന്നെ നമുക്ക് ഈ പാർട്ടിക്കിൾ, അതായത് പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എങ്ങനെയാണ് ഇവിടെ മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അത് ക്ലോക്ക് വൈസ് ആണ്. അതായത് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ആരോ തന്നിട്ടുള്ളത് അല്ലേ, ക്ലോക്ക് വൈസിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ പറയുക, ഇത് ഒരു സെമി സർക്കിളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? x = cos t ആണ്, y = -sin t ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിൽ മൂവിങ് എന്നുള്ളത് നമുക്ക് നോക്കുന്നത്. അപ്പോൾ x = cos t, y = -sin t. നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? x² + y² ചെയ്ത് നോക്കാം. അതായത് x² + y² കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ cos t plus y, അതായത് -sin t whole² ആയിട്ടാണ് വരും. അപ്പോൾ എന്താണ്? ഇവിടത്തേക്കും പോസിറ്റീവ് ആയിട്ട് cos² t plus sin² t = എന്താകും? 1 തന്നെയാകും. അപ്പോൾ എന്താ മനസ്സിലാക്കാം? ഈ ഒരു പാരാമീറ്ററിക് ഇക്വേഷൻ മൂവ് ചെയ്യുന്നത് ഒരു സർക്കിളിലൂടെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ഇത് സർക്കിളിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു പാർട്ടിക്കിൾ കിടക്കുന്നത് ഈ സർക്കിൾ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. സോ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എത്രത്തോളമാണ് ഇതിലൂടെ ഈ സർക്കിൾ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻ്റർവെൽ എന്നുള്ള എത്രയാണ്? 0 ≤ t ≤ π ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ നിന്ന് തുടങ്ങും? t 0 തുടങ്ങി. ഇവിടെ cos t -sin t ആണ്, ആൻഡ് t 0 തുടങ്ങും. പിന്നെ 0 ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ y = -sin t ആണ്. അതായത് -sin t എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം -sin t എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യയാണ്. അതായത് നെഗറ്റീവിലേക്ക് ആയിരിക്കും പിന്നീട് ഈ ഒരു പാർട്ടിക്കിൾ പോകുന്നത്. അതായത് ഇതിൻ്റെ അടിയിലൂടെ ആയിരിക്കും ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്ത് -0 -1 പിന്നോട് തിരിച്ച് മേലോട്ട് π വരെ ഈ ഒരു ഇത് പോകും. അതായത് t = π/2 പിന്നീട് അതുപോലെ തന്നെ t π/2 നിന്ന് പിന്നീട് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും വഴി തിരിച്ചതുപോലെ തന്നെ 0 പോവുകയാണ്. അങ്ങനെ തിരിച്ച് നേരെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് 0 തന്നെ പോകും. അങ്ങനെ 0 തുടങ്ങി 0 -1 വരെ എത്തി. അവിടുന്ന് പിന്നീട് ഇൻക്രീസ് ചെയ്ത് y = 0. നമുക്ക് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the particle starts at 10, but now as t increases, y becomes negative, increase into -1 when t is equal to π/2, and then increase back to 0 as t approaches π. The motion stops at t is equal to π with only
the lower half of the circle covered. അങ്ങനെ ഈ ഒരു ലോവർ ഹാഫ് ഇതിൻ്റെ താഴെയുള്ള ഒരു ഹാഫ് സർക്കിൾ മാത്രം കവർ ചെയ്തുകൊണ്ടായിരിക്കും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. x is equal to at t and y is equal to square എന്നാണ് പാരാമട്രിക് ഇക്വേഷൻ. അതിൻ്റെ ഒരു പാരാമട്രിക് ഇൻ്റർവൽ -∞ to ∞ ആണ്. ആൻഡ് ഇതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ പാത്ത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? x is equal to t and y is equal to square എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് ജസ്റ്റ് x is equal to t ആണെങ്കിൽ y എന്താണ്? ടി സ്ക്വയർ ആണ് അല്ലേ. ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് എന്താണ്? എക്സ് സ്ക്വയർ ആണ് അല്ലേ. അതായത് ടി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്തായി? ടി സ്ക്വയർ. ദാറ്റ് മീൻസ് എന്താണ്? ടി എന്താണ്? എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അതായത് y is equal to x സ്ക്വയർ എന്ന് നമുക്ക് ഡയറക്റ്റിന് ഇവിടെ കിട്ടി. ഓക്കെ, എന്ത് ഇതിൻ്റെ പാത്ത് എന്ത് തന്നെയാണ്? The particles position coordinates satisfy the equation y is equal to x square. So the particles moves along this curve. അതായത് y is equal to x square എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കർവിലൂടെയാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെന്ന് കിട്ടി. അപ്പോൾ എന്താണ്? y is equal to x square and ഇതിൻ്റെ ഒരു ഇൻ്റർവെൽ എന്ന് -∞ ലെസ് ദാൻ t ലെസ് ദാൻ ∞ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഒരു എൻ്റയർ പരാബോള y is equal to x square എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ്റയർ പരാബോളയിലൂടെയാണ് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ മോഷൻ എന്ത് തന്നെയായിരിക്കും? ഈ ഒരു ആസ് ടി ഇൻക്രീസസ് ഫ്രം -∞ to ∞, the particles comes down the left hand side, passes through the origin and moves up to right hand side. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒറിജിനിലൂടെ കടന്ന് തിരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ പോയി. അതാണ് ഇതിൻ്റെ ഒരു പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ x equal to a cos t, y is equal to b sin t എന്നാണ് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ വരുന്നത് പാരാമട്രിക് ഇക്വേഷൻ 0 to 2π. സോ ഇവിടെ നമുക്ക് എന്താണ്? x equal to a cos t, y is equal to b sin t. അത് നമുക്ക് ഇതിനെ എങ്ങനെ തിരിച്ച് നമുക്ക് വേണമെങ്കിൽ cos t is equal to x by a, sin t is equal to y by b എന്ന് എഴുതാം. ആൻഡ് നമുക്ക് നേരത്തെ അറിയാവുന്നത് sin square t plus cos square t equal to 1 ആണ്. നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ cos t plus sin t is equal to x by a plus y by b. ആൻഡ് അത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും സ്ക്വയർ വേണമെങ്കിൽ വെച്ചെടുക്കാൻ പറ്റും അല്ലേ. അതായത് cos square t plus sin square t is equal to x square by a square plus y square by b square. അപ്പോൾ എന്താണ്? cos square t plus sin square t equal 1 ആകുമ്പോൾ x square by a square plus y square by b square എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. അപ്പോൾ x square by a square plus y square by b square എന്ന് പറയുന്നത് എന്താണ്? ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ അല്ലേ. നമുക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? ഈ ഒരു പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഈ പാരാമെട്രിക് ഇക്വേഷനിൽ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ കോർഡിനേറ്റ്സ് ഒരു എലിപ്സിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ പാർട്ടിക്കിൾസ് ഒരു എലിപ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. അപ്പോൾ വെൻ t is equal to t 0 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x equal to a cos, അത് a cos 0, cos 0 എന്താണ്? 1 അല്ലേ. അപ്പോൾ x equal to a ആയിരിക്കും. ആൻഡ് y is equal to b sin 0, അതായത് sin 0 എന്താണ്? 0 തന്നെയല്ലേ. അപ്പോൾ y is equal to 0. എങ്ങനെ? പാർട്ടിക്കിൾ എവിടെ നിന്ന് തുടങ്ങുന്നു? a 0 എന്ന് തുടങ്ങി പിന്നെ t ഇൻക്രീസ് ചെയ്യും. ദ പാർട്ടിക്കിൾ റൈസ് ആൻഡ് മൂവ്സ് ടുവാർഡ്സ് ദ ലെഫ്റ്റ് മൂവിങ് കൗണ്ടർ ക്ലോക്ക് വൈസ്. കൗണ്ടർ ക്ലോക്ക് വൈസിലൂടെ ഈ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്ത് എലിപ്സിനെ ഒരു വട്ടം ഇതിലൂടെ, അതായത് ഇങ്ങനെ എലിപ്സിനെ ഒരു പ്രാവശ്യം ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് എവിടെ തന്നെ അവസാനിക്കുന്നു? a0 തന്നെ അവസാനിക്കും. അതാണ് ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എന്ന് പറയുന്നത്.
സോ അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഒരു പാരാമീറ്ററൈസേഷൻ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ബ്രാഞ്ച് ഓഫ് ഹൈപ്പർബോള x square minus y square equal to 1. സോ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പാരാമീറ്റർ ഇക്വേഷൻ ഉണ്ട്, x ഈക്വൽ ടു സി ടി y ഈക്വൽ ടു ടാൻ ടി. ഇതിൻ്റെ ഒരു പാർട്ടിക്കിൾസിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, എക്സ് ഈക്വൽ ടു സി ടി ആണ്, y ഈക്വൽ ടു ടാൻ ടി ആണ്, -5/2 to π/2. നമുക്കറിയാം എന്ത് സി സ്ക്വയർ ടി മൈനസ് ടാൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 ആണ്, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈക്വൽ ടു 1 അല്ലെങ്കിൽ സി സ്ക്വയർ ടി മൈനസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇവിടെ എന്താണ് x സ്ക്വയർ മൈനസ് y സ്ക്വയർ എന്തായി 1 ആയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈക്വൽ ടു 1 ആൻഡ് ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ കോർഡിനേറ്റ്സ് x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ദ മോഷൻ ഈ പാർട്ടിക്കിൾസിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ മോഷൻ നടക്കുന്നത് ഹൈപ്പർബോളയിലായിരിക്കും. ആൻഡ് ടി മൈനസ് π/2 ആകുമ്പോഴത്തേക്കും -π/2 ആൻഡ് ടു π/2ലാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവെല് വരുന്നത്. അപ്പോൾ ടി മൈനസ് π/2ലെയും π/2ലെയും റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു സി ടി ആണ്. സി ടി എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റിയുടെ ഇൻവേഴ്സ് ആണല്ലോ. കോസ്റ്റിയുടെ പ്രത്യേകത എന്താണ്, കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്, കോസ് എക്സ് തന്നെയാണ്. അതായത് മൈനസ് വാല്യൂവിലും പ്ലസ് വാല്യൂവിലും ഒക്കെ തന്നെ എന്താണ്, കോസിൻ്റെ വാല്യൂ പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും, സീക്കിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും, അതും പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ അതായത് എന്താണ്, സീക്ക് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, സീക്ക് എക്സ് തന്നെയാണ്, അതായത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ -π/2ലും π/2 റൺ ചെയ്യുമ്പോഴത്തേക്കും എക്സ് സീക്വൽ ടു സീക്ക് ടി എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാകും, എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ആൻഡ് y എന്ന് പറഞ്ഞാൽ ടാൻ ടി ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, -∞ പ്ലസ് ഇൻഫിനിറ്റി ഇടയിലായിരിക്കും ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്, അത് മാറിയും y ഈക്വൽ -π/2 π/2 പോകുമ്പോഴത്തേക്കും y ഈക്വൽ ടാൻ ടി റൺസ് ബിറ്റ്വീൻ -∞ and infinity. So p traverses the hyperbola's right hand branch. അതായത് എക്സിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഈ ഒരു ഗ്രാഫിനകത്ത് ലെഫ്റ്റ് ബ്രാഞ്ചിലോട്ട് ലെഫ്റ്റ് ഭാഗത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക്, അതായത് എക്സിൻ്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് ഇത് പാർട്ടിക്കിൾ പോകുന്നില്ല. അത് എങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഈ റൈറ്റ് ഭാഗത്ത് പോസിറ്റീവ് ഭാഗത്തോട്ട് മാത്രമാണ് ഇതിൻ്റെ എക്സ് പാർട്ടിക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് y എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവിലോട്ട് നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ we traverse the hyperbola's right hand branch. It comes along the branch lower half as t tends to 0 minus reaches 1 0 at t is equal to 0 and moves out into the first quadrant at t increases towards π/2. അതായത് ഇവിടെ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ താഴെ നിന്ന് തുടങ്ങിയിട്ട്, അതായത് t0ൽ ടെൻഡ് ചെയ്യുമ്പോഴത്തേക്കും താഴെ തുടങ്ങിയിട്ട് 1 0 എഴുത്തി പിന്നീട് അങ്ങോട്ട് മുകളിലോട്ട് y + +∞ ഇതിൻ്റെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും.